ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഇതൊരു ഉച്ചക്കത്തെ ഒരു വ്ളോഗാട്ടോ. ഇതിൽ ഞാൻ എങ്ങനെയാണ് ബീഫ് ലിവറിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാട്ടിത്തരുന്നുണ്ട് കേട്ടോ. ഇത് എന്ത് കുഞ്ഞു റെസിപ്പി. അതിൽ 1/2 കിലോ ബീഫ് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെക്കുക, ചെറിയ കഷ്ണമാക്കി വെക്കുക. അതേപോലെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എരിവിന് അനുസരിച്ചിട്ട് 1 ടീസ്പൂണിനടുത്ത് മുളക് പൊടി. കാരണം ബാക്കി കുരുമുളക് പൊടി ഇടുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് മുളക് പൊടി ഇടുക. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ടിടുക. ലിവറിന് ആവശ്യമുള്ള ഉപ്പ് ഇതിനകത്ത് തന്നെ ചേർക്കുക. പിന്നെ എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നുണ്ട്, അത് ബാക്കി നോക്കി ലാസ്റ്റ് ചേർക്കാം. പിന്നെ 1.5 ടീസ്പൂണിനടുത്തോളം ഞാൻ ഇറച്ചി മസാല ചേർക്കുന്നുണ്ട്. ഇറച്ചി മസാല ചേർത്തിട്ട് പിന്നെ നമുക്ക് 1 ടീസ്പൂണോളം വിനാഗിരി ചേർക്കാം. വിനാഗിരി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ ലിവറിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ലിവറിലേക്ക് തേച്ച് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് മിക്സ് ആവുന്നതൊന്ന് പിടിക്കുന്ന വരെ. അപ്പോൾ നമുക്കൊരു 10 വെളുത്തുള്ളി, അതേപോലെ 10 ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി അത് ചതച്ചെടുത്തിട്ട് അത് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം ഇത് 3 ഇടുക. കൊടുത്തിട്ട് ഒരു സവാളയും മുറിച്ചെടുക്കണം. ഞാനൊരു പച്ചമുളക് അതിടാൻ മറന്നത്, നിങ്ങളിടുക പച്ചമുളകോട് ഞാൻ പറഞ്ഞിട്ട് കേട്ടോ അത്. അപ്പം ഒരു സവാളയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ് ഇടണം, ഞാൻ കാണിക്കാൻ പറ്റും. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, സവാള ഒന്ന് വാടി വരാൻ. അത് കഴിഞ്ഞിട്ട് ലിവർ നമുക്കൊന്ന് നിലത്തേക്ക് കൊണ്ടിട്ട് കൊടുക്കുക. ലിവർ ഒന്ന് നിലത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. 1 മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. കാരണം ആ സമയത്ത് നിലത്തേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ചെറിയ തീയിൽ 20 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചാൽ. പിന്നെ എക്സ്ട്രാ മസാലകളൊന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതി അതിലേക്ക് ലാസ്റ്റ് വയ്ക്കാൻ വേണ്ടി. കാരണം നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചല്ലോ. പിന്നെ ഞാൻ അടുത്ത് തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഒരു കുക്കറിൽ നെയ്ച്ചോറ് വെക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് നെയ്ച്ചോറും ലിവർ റോസ്റ്റും ആക്കാമെന്ന് കരുതിയേക്കണേ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ പോയി കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഉപ്പാൻ മോളും നല്ല കിടത്തി ഉറക്കാം. ഉപ്പാടത്തുനിന്ന് കടന്നാൽ മാത്രമുള്ള മോളും കിടന്ന് ഉറങ്ങിയിരിക്കണേ. സോ ഞാൻ ആരും വിളിക്കാൻ നമുക്കും ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ അവരെ വിളിക്കുക. അപ്പോൾ അവരിടയ്ക്ക് കിടക്കട്ടെ വെച്ചിട്ട് ഞാൻ വേഗം ചോറ് വയ്ക്കാൻ നിന്ന്. കുറച്ച് ലിവർ റോസ്റ്റും അതേപോലെ നെയ്ച്ചോറും പിന്നെ തൈര്. എനിക്കിഷ്ടം വെച്ചൊക്കെ തൈര് കുടിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് തൈരിൽ കുറച്ചൊരു ഉപ്പിട്ടിട്ട് നല്ല രസം മിക്സ് ആക്കിയിട്ട് കുടിക്കാൻ. സോ ഞാൻ എൻ്റെ ഫുഡൊക്കെ കഴിച്ചു. ഇത്രയേ ഉള്ളൂ വിശേഷം. ഓക്കെ, എന്നാൽ അടുത്ത വീട്ടിൽ കാണാം.